importance of the concept of elasticity of demand. Elasticity of demand in the പ്രാധാന്യം നമുക്ക് നോക്കാം. The concept of elasticity of demand is of great practical importance in the sphere of government, finance, as well as in trade and commerce. ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്. നമുക്ക് വൺ ബൈ വൺ ആയി ചെക്ക് ചെയ്യാം. ഒന്ന് ടാക്സേഷൻ ആണ്. The Minister of Finance can be of more sure of his revenue if he taxes those commodities for which demand is inelastic. ഒരു ഫിനാൻസ് മിനിസ്റ്ററെ സംബന്ധിച്ച് താൻ ലക്ഷ്യമിടുന്ന റവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കുന്നത് ഡിമാൻഡ് ഇനിലാസ്റ്റിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ടാക്സ് ചുമത്തുമ്പോൾ. മറിച്ച് ഇലാസ്റ്റിക് ആയ ഉൽപ്പന്നത്തിന് മുകളിൽ ടാക്സ് ചുമത്തിയാൽ അതിന്റെ ഡിമാൻഡ് ക്രമാതീതമായി കുറയുകയും ഉദ്ദേശിക്കുന്ന വരുമാനം ലഭിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. മറ്റൊന്ന് മൊണോപ്പൊളി പ്രൈസ് ആണ്. എ മൊണോപ്പൊളിസ്റ്റ് വൈൽ ഫിക്സിംഗ് ദ പ്രൈസ് ഫോർ ഹിസ് പ്രൊഡക്റ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഇറ്റ്സ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു മൊണോപ്പൊളിസ്റ്റ് തന്റെ ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുമ്പോൾ അത് ആ ഉൽപ്പന്നത്തിന്റെ ഇലാസ്റ്റിറ്റി അദ്ദേഹം പരിഗണിക്കും. ഇഫ് ദ ഡിമാൻഡ് ഫോർ ഹിസ് പ്രൊഡക്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക്, തന്റെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിന് ഇലാസ്റ്റിക് ആണെങ്കിൽ he will profit more by fixing a low price. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇലാസ്റ്റിക് ആയ ഉൽപ്പന്നത്തിന് മുകളിൽ കുറഞ്ഞ പ്രൈസ് ചുമത്തിക്കൊണ്ട് അയാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കും. In case the demand is less elastic, he is in a position to fix a high price. ഇനി ഇനിലാസ്റ്റിക് ഡിമാൻഡാണ് തന്റെ ഉൽപ്പന്നത്തിനുള്ളതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? വളരെ ഉയർന്ന വില ചുമത്തിക്കൊണ്ട് അദ്ദേഹം ലാഭം മാക്സിമൈസ് ചെയ്യും. മറ്റൊന്ന് ജോയിന്റ് പ്രൊഡക്ട്സ് ആണ്. The concept of the elasticity of demand is of much use in the pricing of joint products like wool and mutton, wheat and straw, etc. ഇവിടെ ജോയിന്റ് പ്രൊഡക്ട്സിന്റെ വില നിർണ്ണയിക്കുന്നതിൽ ഉൽപാദകരെ സഹായിക്കുന്നത് അതിന്റെ ഡിമാൻഡാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ആടിന്റെ തോല് അല്ലെങ്കിൽ ആടിന്റെ രോമം അല്ലെങ്കിൽ വൈക്കോലും അതിന്റെ കച്ചി ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഇതൊക്കെ ജോയിന്റ് പ്രൊഡക്ട്സ് ആണ്. In such cases, separate cost of production of each commodity is not known. Therefore, the price of each is fixed on the basis of its elasticity of demand. അപ്പോൾ ആടിന്റെ രോമവും അല്ലെങ്കിൽ വൈക്കോലും ഗോതമ്പ് ഇതിനൊന്നും സെപ്പറേറ്റ് ഉൽപാദനത്തിൽ കടത്താൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് ഏതിനാണോ കൂടുതലുള്ളത് അതിന് കൂടുതൽ വില ചുമത്തുകയാണ് ചെയ്യുക. മറ്റൊന്ന് വേജസ് ആണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഓൾസോ exerts its influence on wages. If demand for a particular type of labor is relatively inelastic, it is easy to raise wages but not otherwise. അപ്പോൾ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നോക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ലേബറിന്റെ ഡിമാൻഡ് ഇനിലാസ്റ്റിക് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് വേജ് ഉയർത്താൻ ഈസി ആയിട്ട് സാധിക്കും. മറിച്ച് ഇലാസ്റ്റിക് ആണെങ്കിൽ അത്ര പെട്ടെന്ന് വേജ് ഉയർത്തുക സാധ്യമല്ല. ഇപ്പൊ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളിലൂടെ വേജ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. മറ്റൊന്ന് പ്രൈസ് അണ്ടർ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളിയാണ്. ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളിയില് പ്രൈസ് എന്താണ്? In the market with elastic demand for his commodity, the discriminating monopolist fixes a low price, and in the market with less elastic demand, he charges a high price. Discriminating monopolist എന്ന് പറഞ്ഞാൽ ഒരേ ഉൽപ്പന്നത്തിന് വ്യത്യസ്ത മാർക്കറ്റിൽ വ്യത്യസ്ത വില ഈടാക്കുക എന്നർത്ഥം. വ്യത്യസ്തമായ വില ഈടാക്കുന്നവരാണ് ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളിസ്റ്റ്. അപ്പൊ ഒരു മാർക്കറ്റിൽ തന്റെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ അദ്ദേഹം ചെറിയ പ്രൈസ താഴ്ന്ന വില ചുമത്തുകയും, മറിച്ച് മറ്റൊരു മാർക്കറ്റിൽ തന്റെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ, ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ ഉയർന്ന വില ചുമത്തുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൈസ് അല്ലെങ്കിൽ ലാഭം പരമാവധിയാണ്. മറ്റൊന്ന് മിനിമം പ്രൈസ് ഓഫ് ഫാം പ്രൊഡക്ട്സ് ആണ്.
In fixing minimum price of farm products, government also depend on elastic demand for that products. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്ക് മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴും ഗവൺമെന്റ് നോക്കുന്നത് അതിന്റെ ഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് തങ്ങളുടെ നയം രൂപീകരിക്കുക. മറ്റൊന്ന് ബേസ് ഓഫ് ദി പോളിസി ഓഫ് ഡിവാലുവേഷൻ ആണ്. ഡിവാലുവേഷൻ പോളിസിയുടെ അടിസ്ഥാനവും എന്താണ്? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. The consideration of elasticity of demand for imports and exports is important for a country which is thinking of correcting her adverse balance of payments by devaluation. Devaluation makes exports cheaper and imports dearer of the country adopting it. ഏതൊരു രാജ്യമാണോ തന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ അഡ്വേഴ്സ് ഇഫക്ട്സ് നേരിടുന്നത് അല്ലെങ്കിൽ ഇൻഫേവറബിൾ ആയിരിക്കുക, ആ രാജ്യം വിചാരിക്കുകയാണ് തങ്ങളുടെ കറൻസിയുടെ ഡീവാലുവേഷനിലൂടെ അത് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ അവർ നോക്കുന്നത് തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഇലാസ്റ്റിക് ഡിമാൻഡ് പരിഗണിക്കും. അപ്പോൾ ഈ ഡീവാലുവേഷൻ നടത്തുന്ന രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ എക്സ്പോർട്ട് ചെലവ് കുറഞ്ഞതും ഇമ്പോർട്ട് ചെലവ് കൂടിയതുമാകും. അങ്ങനെ എക്സ്പോർട്ട് കൂടാനും ഇമ്പോർട്ട് കുറയാനും കാരണമാകും. അതിലൂടെ എന്താണ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മറ്റൊന്ന് in the determination of the gains from international trade ആണ്. അന്തർദേശീയ വ്യാപാരത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യാപാരം നടത്തുന്ന വസ്തുക്കളുടെ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. The exact rate at which trade takes place will be determined by the relative elasticities of demand of the two countries for each other's products. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തുമ്പോൾ അതിൽ വ്യാപാരത്തിന്റെ ആ റേറ്റ് എന്തായിരിക്കണം, എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ കൈമാറേണ്ടത് എന്ന് തീരുമാനിക്കുക ആ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരമുള്ള തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഉൽപ്പന്നം ഏത് രാജ്യത്തിനാണുള്ളത് ആ രാജ്യത്തിന് ഉയർന്ന പ്രൈസ് ചുമത്തിക്കൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രാധാന്യം, ഉപയോഗം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.